ജൂണിൽ ശക്തമായ മഴ പെയ്യും. ആ സമയത്ത് പുഴയ്ക്ക് വല്ലാത്തൊരു എനർജി, റീചാർജിങ് കപ്പാസിറ്റി എന്ന് കേട്ടിട്ടില്ലേ? അതാ സംഗതി. വേനൽക്കാലത്തും മഴക്കാലത്തും വെള്ളം കിട്ടുന്ന പുഴ ആ ഗണത്തിലാ ദാ ഈ ഞവരൂർ കടവ്. അതെന്താ ടീച്ചറെ, എല്ലാ പുഴയും പുഴയല്ലേ? പക്ഷെ ഈ പുഴയ്ക്ക് ഇത്തിരി വ്യത്യാസമാണ്. അതെ അതെ. മഴക്കാലത്ത് മാത്രം ഒഴുകുന്ന പുഴയുണ്ട്, സ്വയം ശുദ്ധീകരിക്കുന്ന പുഴയുണ്ട്. നമ്മുടെ ഗംഗാ നദിയൊക്കെ ആ ഗണത്തിൽപ്പെട്ടതാ. ദാ ആ ഭാഗത്തു നിന്നാണ് നീരുറവ ഉണ്ടാകുന്നത്. ശരിക്കും മിനറൽ വാട്ടർ. ഇതല്ലേ കുപ്പിയിൽ കിട്ടുന്നേ? അത് വെറും പേരിൽ മാത്രമല്ലേ ഉള്ളൂ. ഇതാണ് ശരിക്കും മിനറൽ വാട്ടർ. വാ. ഇത്രയേറെ പ്രത്യേകതകൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ പ്രോജക്റ്റിന്റെ ഭാഗമായി ഈ ഞവരൂർ കടവ് തന്നെ തിരഞ്ഞെടുത്തത്. നിങ്ങൾ ഈ മെഡിസിൻസ് ഒക്കെ എടുത്തിട്ടേ അങ്ങോട്ടോ എല്ലാം എടുത്തോളണേ. ശരി. ശരി സാർ. അതെടുക്ക്. വേഗം ഡോക്ടർ. നമസ്കാരമുണ്ട്. ഹായ്. എന്തുണ്ട്? നമസ്കാരം. എല്ലാവരും അവിടെ ഉണ്ട്. അങ്ങോട്ട് പോവാം. ശരി. ക്യാമ്പിന് പറ്റിയ സ്ഥലം ആരായത് സെലക്ട് ചെയ്തത്? ബാലകൃഷ്ണൻ സാറാ. എന്തായി പ്രോജക്റ്റ് ഒക്കെ? പ്രൂഫായി. ഒന്ന് വായിക്കാൻ തരണേ. പൈനാമ്പൂരിന്റെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഡോക്ടറെ, ഈ അമ്മച്ചിയുടെ കൈക്കും കാലിനും ഒക്കെ വല്ലാത്ത ചൊറിച്ചിലാ. ആണോ? നോക്കട്ടെ മച്ചി, കൈ ഒന്ന് കാണിച്ചേ. ഓ, ഈ കാൽവെള്ളയിൽ ചൊറിച്ചിലുണ്ടോ മച്ചി? എല്ലായിടവും ചൊറിച്ചിലോട് ചൊറിച്ചിലാ. രാത്രിയിൽ ഉറക്കമില്ല ഡോക്ടറെ. ഓ ആണോ? അമ്മച്ചി, അപ്പൊ നമുക്കേ വിശദമായിട്ട് അകത്ത് പോയി ചെക്കപ്പ് ചെയ്യാം. അമ്മച്ചി അകത്തോടുണ്ടോ? വന്നേ. എനിക്കമ്മച്ചി. അതെ, ഈ ഗുളിയൊക്കെ കഴിച്ച പശുവിന്റെ വയറിളക്കം മാറും. അതിനൊരു മൃഗ ഡോക്ടറെ കാണണം. അല്ല, ഇതെല്ലാം കൂടെ പൊടിച്ച് അരച്ച് കലക്കി കൊടുത്ത അടയോ? താൻ പോയേ. പോടോ പോടോ. അടയൂല്ലേ? ആ, കണ്ണിന് നിറവ്യത്യാസമുണ്ട്. അതിപ്പോ ഈ പുഴവെള്ളത്തിൽ കുളിച്ചോണ്ടാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പേടിക്കാനൊന്നുമില്ല കേട്ടോ. ഇനി മോളെ കൂടെ ഒന്ന് നോക്കണല്ലോ. ആ, മോളിരുന്നാട്ടെ. മോള് നാക്കൊന്ന് നീട്ടിക്കേ, കുറച്ചുകൂടെ. ആ, ശ്വാസം ഒന്ന് വലിച്ചോട്ടെ. നന്നായിട്ട് വലിച്ചേ. ഒന്നുകൂടെ. ആ, കുഴപ്പമൊന്നുമില്ല. എന്നാലും ഈ വെള്ളത്തിൽ കുളിപ്പിക്കണ്ട. കുറച്ച് ദിവസത്തേക്ക് ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ചാൽ മതി. ഈ പുഴയിലെ ജലം pH മൂല്യം കുറവുള്ള ജലമാണ്. ദാ, അത് ഇവരുടെ പ്രൊജക്ട് റിപ്പോർട്ടിലും പറയുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് ചൂടുവെള്ളത്തിൽ തന്നെ. അങ്ങനെയാണെങ്കിൽ എന്റെ പൊന്നു ഡോക്ടറെ, എന്നെ കൂടെ ഒന്ന് നോക്ക്. മോളൊന്ന് എഴുന്നേറ്റ്, മാമ ഇരിക്കട്ടെ. അല്ല, എന്താ അസുഖം? കാലിന് വലിയ വേദനയാ. ഒരു കാര്യം ചെയ്യും സിസ്റ്ററെ, ഇയാളുടെ ബ്ലഡ് നിർത്തി. കാശി, ഒന്നും കൊന്നേ. ഈ വെള്ളത്തിൽ ആർസനിക്കിന്റെ അമിത സ്വാധീനം ഉണ്ടെങ്കിൽ ദാ ഇതുപോലെ മാറ്റങ്ങളുണ്ടാവും. ഇതിപ്പോ ആർസനിക്കിന്റെ സ്വാധീനം കൊണ്ട് മാത്രം ഉണ്ടായതാണെന്ന് പറയാൻ പറ്റില്ല. കുഴപ്പമില്ല, ഉണ്ടാവോ ഡോക്ടർ? കുഴപ്പമൊന്നുമില്ല. പക്ഷേ ശരീരത്ത് അരിമ്പാറകൾ ഉണ്ടാവും. അത് മാത്രമല്ല, കൈയും കാലും ഒക്കെ വല്ലാതെ വികൃതമാവും. കെരാറ്റോസിസ് എന്നാണ് ഈ അസുഖത്തിന്റെ പേര്. അയ്യോ, മതി ഡോക്ടറെ, എന്നെ പരിശോധിച്ച മതി. എന്റെ പശുവിന് മാത്രമേ ഇത്തിരി ഇളക്കം ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ എന്തെങ്കിലും വെച്ച് അടച്ചോളാം. ഒരു കുഴപ്പമില്ല. എനിക്ക് പേടിക്കണ്ട. ഏതായാലും ഇവിടുത്തെ വെള്ളം ലാബിലൊന്ന് കൊടുക്കുന്നത് നല്ലതാ. കെമിക്കലുകൾ കലർന്നിട്ടുണ്ടോന്നറിയാൻ പൊല്യൂഷൻ കൺട്രോൾ ലാബിലും കൊടുക്കണം. പിന്നെ പബ്ലിക് ഹെൽത്ത് ലാബിലും സാമ്പിൾ ഒന്ന് കൊടുത്തേക്ക്. കുടിക്കാനും കുളിക്കാനും ഒക്കെ ഞങ്ങൾ ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. നിന്നെപ്പോലെ തന്നെ ഇവിടെ എല്ലാവരും അസുഖക്കാരായി. എന്നാലും എന്നെ കൊണ്ട് പറ്റുന്നിടത്തോളം കാലം നിന്നെ ഞാൻ നോക്കും, ഉറപ്പാ. ശുദ്ധീകരിച്ച ജലം പ്രകൃതി നമുക്ക് നൽകുന്നു. നമ്മൾ അത് അശുദ്ധമാക്കുന്നു. ഇവിടുത്തെ ജലവും മലിനപ്പെട്ടു എന്ന് പറയുമ്പോൾ വിശ്വസിക്കാനാവുന്നില്ല ഡോക്ടർ. കാശി, കുറച്ച് ജൈവ പച്ചക്കറികൾ വളർത്തിയത് കൊണ്ടോ മണ്ണിരയെ വളർത്തിയത് കൊണ്ടോ ഗ്രാമം ശുദ്ധമാവണമെന്നില്ല. നിറവും മണവും ഇല്ലാത്ത, രാസവസ്തുക്കൾ കലരാത്ത തെളിഞ്ഞ ജലമാണ് ശുദ്ധജലം. ഈ ക്യാമ്പ് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി.
എന്താടാ നോക്കിയിരിക്കുന്നത്? ഇത് കണ്ടോ? നിങ്ങൾ സ്കൂളിൽ പോ. വാടാ. എന്തു പറ്റി മോളെ? എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? അമ്മേ, അച്ഛൻ ഈ കാണിക്കുന്നൊന്നും ശരിയല്ല. എന്ത് കാണിച്ചെന്നാ നീ പറയുന്നേ? ആ കുന്നിടിച്ച് മണ്ണെടുത്ത് ആൾക്കാരെ ദ്രോഹിച്ചുകൊണ്ടിരുന്നതും പോരാഞ്ഞ് കൈതയ്ക്ക് അടിക്കുന്ന വിഷമെല്ലാം കൂടി പുഴയിലേക്ക് ഒഴുക്കി ആൾക്കാരുടെ കുടിവെള്ളം കൂടി ഇപ്പൊ മുട്ടിച്ചോണ്ടിരിക്കുക. അതെങ്കിലും ഒന്ന് നിർത്തിവെക്കാൻ അമ്മയ്ക്ക് അച്ഛനോടൊന്ന് പറഞ്ഞൂടെ? നിനക്കറിയില്ലേ നിന്റെ അച്ഛന്റെ സ്വഭാവം? ഒന്ന് തീരുമാനിച്ച് അത് നടത്തിയേ അടങ്ങും. പണ്ടായിരുന്നെങ്കിൽ നീ പറയുന്നെങ്കിലും കേൾക്കുമായിരുന്നു. ഇപ്പൊ അതുമില്ല. ആ എന്തേലും കാണിക്കട്ടെ. അല്ലാതെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? വേഗം വാ, മാരി, എന്താ കാര്യം? വേഗം വാ. വാ. താനത് എങ്ങോട്ടാ ഞങ്ങളെ കൊണ്ടുപോകുന്നത്? ചില കാര്യങ്ങളെ പറഞ്ഞാ വിശ്വസിക്കില്ല. കാണേണ്ട കാര്യങ്ങൾ കണ്ടു തന്നെ അറിയണം. കണ്ടറിയാം. വാ. സൂക്ഷിച്ചു സൂക്ഷിച്ചിറങ്ങണേ. വാ. നോക്കി വാ. ഇതെന്താ ഇങ്ങനെ? നേരത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ പുഴയിൽ ഇതുപോലെ മീനുകളൊക്കെ ചത്തുപൊങ്ങും. ഇത് കെമിക്കലാണല്ലോ. ഇതൊക്കെ എങ്ങനെ ഇവിടെ വന്നത്? എങ്ങനെയായാലും എന്താ, ചാവാൻ വിധിക്കപ്പെട്ട നമ്മൾ കുറച്ചുപേരും ഇവിടെ ഉണ്ടല്ലോ. ഭാഗ്യം എന്റെ പശു ചാകാഞ്ഞത്. അതിനെങ്കിലും രക്ഷപ്പെടുത്തണം. ക്യാമ്പിന് വന്ന കുട്ടികളും ഇതിനെക്കുറിച്ച് തന്നെയാ പറഞ്ഞത്. ഇതാരാ ചെയ്തതെന്ന് നമുക്കൊന്ന് അറിയണമല്ലോ. അതറിയണം. കുടിക്കുന്ന വെള്ളത്തിൽ കൂന്താലിട്ട് ഇളക്കിയത് ആരാന്നറിയണം. വാ നോക്കാം നമുക്കിത് എവിടെന്നാ വരുന്നത്. അല്ല അതെ, ഇന്നല്ലേ മാലിനെ ആശുപത്രി കൊണ്ടുപോകേണ്ടത്? അത് ഞാൻ നാളെ കൊണ്ടുപോയിക്കോളാം. അല്ല അത് വേണ്ട, ഞാനേ മെമ്പർ ദാസപ്പനെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം. മാരി പൊക്കോ. ചെല്ലേ. അല്ല ആ പൊക്കോന്നേ.